നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പറയുന്നത് കേൾക്ക്. കൈലാഷ് കൂടെ ഉണ്ടെന്നുള്ള ബലത്തില് നീ നിന്റെ നിലമറന്ന് കളിച്ചില്ലേ? ഇനി അത് നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ നിനക്ക്? സർ, പറഞ്ഞാ മനസ്സിലാകാതിരിക്കാൻ പാറു ഒരു പൊട്ടി പെണ്ണെന്നുമല്ല. കൈലാഷ് സാറിന്റെ ക്യാബിനിൽ നീ ഇനി പോകാൻ പാടില്ലെന്ന് സാറ് പറഞ്ഞ ഇവളത് അനുസരിക്കും. അതിനി കോഫി തട്ടിത്തെറിപ്പിച്ചത് എന്തിനാ? എത്തിയോ? പാർവതിയെ വരട്ടിയിട്ടും പരമശിവൻ എത്തിയില്ലല്ലോന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്ക് എത്തി. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് തെറ്റ്, ഇത് തെറ്റ് എന്നൊക്കെ പഠിപ്പിക്കാനല്ലേ നീ ഇപ്പൊ ചാടി വീണത്? തുടങ്ങിക്കോ, ഞാൻ കേട്ട് കട. നീ എന്താ പറഞ്ഞത്? ഞാൻ കോഫി കപ്പ് തട്ടിത്തെറിപ്പിച്ചത് തെറ്റായി പോയിന്ന്. അത് ചെയ്യാതെ ഞാൻ ഇവളോട് മയത്തി സംസാരിച്ചിരുന്നെങ്കിൽ ഇവള് കേക്കുമായിരുന്നു അല്ലേ? എനിക്ക് സൗകര്യമില്ലടാ. ഇവളോട് മയത്തി സംസാരിക്കാൻ എനിക്ക് സൗകര്യമില്ല. മയത്തി സംസാരിക്കില്ലെന്ന് മാത്രമല്ല, റഫായി സംസാരിക്കുകയും ചെയ്യും. കണ്ണുരുട്ടി പേടിപ്പിക്കും. ചിലപ്പോ തല്ലിയെന്നും വരും. അതൊന്നും കണ്ട് സഹിക്കാൻ കഴിയില്ലെങ്കിൽ നീ പൊയ്ക്കോടാ. അതൊന്നും സഹിക്കാൻ ഇവൾക്ക് കഴിയില്ലെങ്കിൽ ഇവളെ കൊണ്ടക്കടാ. അയാളുടെ മനസ്സിലിരിപ്പ് അതാണെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. അറിഞ്ഞുകൊണ്ട് അയാളുടെ കിണി ചെന്ന് ചാടിക്കൊടുത്തു. ജോലി അന്വേഷിച്ച് തേരെപ്പാര നടക്കണേ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഈ ടൗണില്. അവരിൽ നിന്നും എന്തു പറഞ്ഞാലും ചെയ്യുന്ന നല്ല അനുസരണയുള്ള രണ്ടുപേരെ നിങ്ങൾക്ക് പകരം ഞാനിവിടെ ജോലിക്കെടുക്കും. ഇവിടുത്തെ ആട്ടും തുപ്പും ആവണനെയൊക്കെ സഹിച്ച് നിങ്ങൾ വെറുതെ കഷ്ടപ്പെടണ്ട. പൊയ്ക്കോ, ഇപ്പൊ തന്നെ പോക്കടാ. നല്ല വൃത്തിക്ക് ജോലി ചെയ്തോണ്ടിരുന്ന പാറുവിനോട് ഈ തോന്നിയാസം കാണിച്ചിട്ട് ഒരു ഉടപ്പും ഇല്ലാതെ ഇന്ന് ഡയലോഗ് അടിക്കുന്ന കണ്ടില്ലേ? എത്ര ഇടിയമ്മിനും പാഴായി പോകുന്നു. ഒരെണ്ണം ഇയാളുടെ തലയിൽ വീണെങ്കിൽ ഈ കമ്പനി മാത്രല്ല, ഈ നാട് തന്നെ രക്ഷപ്പെട്ടനെ. എന്തേ പോണില്ലേ? നീ വലിയ ഹീറോയെ പോലെ ചാടിത്തുള്ളി വരണണ്ടപ്പോ ഞാനെന്താ കരുതിയെന്നറിയോ? പാറു, ഇയാളുടെ ആട്ടും തുപ്പൊക്കെ സഹിച്ച് ഇനി നീ ഇവിടെ നിൽക്കണ്ട. നിനക്ക് ഞാൻ വേറൊരു സൂപ്പർ ജോലി ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നീ ഇവളെ കൊണ്ട് ഇവിടുന്ന് സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഞാൻ കരുതി. ഇവിടെ നല്ല നടുനീളം ഡയലോഗ് അടിച്ചിട്ടുന്ന ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് പറ്റി? മിണ്ടാട്ടം മുറ്റിയ കഞ്ഞൂടി മുട്ടും പട്ടിണിയാണെന്ന് മനസ്സിലായ അവിടെ അവസാനിക്കും നിന്നെ പോലുള്ളവരുടെ ഹീറോയിസം. കരുണാറിനോട് നീ കൂട്ടിയാ കൂടില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഉളുപ്പെന്ന് പറഞ്ഞ സാധനം മരുന്നിന് പോലും ഇല്ലാത്തതുകൊണ്ട് നീ ഈ ജോലി വിട്ടു പോലെന്ന് എനിക്ക് മനസ്സിലായി. അനുസരണയോടെ അടിമയെ പോലെ നീ ഓച്ചാനിച്ച് നിൽക്കും. അതുകൊണ്ട് നീ പോയി നിന്റെ ജോലി നോക്കി പേടിപ്പിക്കാതെ പോയി നിന്റെ ജോലി ഏടാക്ക. പ്രിയഞ്ചേട്ടനിപ്പോ കരുനാളത്തിന്റെ കാരണത്തൊന്നു കൊടുക്കും. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. പ്രിയൻ അയാളെ കൈവച്ച അത് വലിയ പ്രശ്നമായി മാറും. കരിനാഗമല്ല, PK സാറ് തന്നെ പ്രിയനെ ജോലിന്ന് പറഞ്ഞു വിടും. മുഷ്ടിയൊക്കെ ചുറ്റുണ്ടല്ലോ. എന്നതെല്ലാം കൈതരിക്കണ്ട നിനക്ക്? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടാ, തല്ലടാ, തല്ലാല്ലേ പറഞ്ഞേ? തല്ലടാ, തല്ലു നീ. ആണെങ്കിൽ തല്ലടാ നീ. പ്രിയഞ്ചേട്ടൻ ഇവിടുന്ന് പോ. പ്രിയഞ്ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ കാരണം പ്രിയഞ്ചേട്ടന് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. പ്രിയഞ്ചേട്ടൻ പോ, ഇത് പോ. നീ വന്നേ വരാൻ. നീ എങ്ങടാ പോണേ? ഇവിടെ വാടി, ഇവിടെ വന്നേക്കടി. ഇതാര് ക്ലീൻ ചെയ്യും? ഈ പൊട്ടിയെ കപ്പെടുത്ത് മാറ്റി ഈ കോഫിയൊക്കെ തുടച്ച് ഇവിടെ വൃത്തിയാക്കാൻ നിന്റെ നാട്ടിലുള്ള വീട്ടുകാരെങ്കിലും വരുമോ? ആദ്യം നീ ഇത് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ജോലി പറയാം.